ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, യാ ആയിഷ, ഈ രാത്രി ഏതാണെന്ന് നിനക്കറിയാമോ? ആയിഷ ഉമ്മ പറഞ്ഞു, അല്ലാഹു അലം വറസൂലുഹു, എനിക്കറിയില്ല, അല്ലാഹുവും അവന്റെ റസൂലിനെ അറിയുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, ഇത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാവാണ് ഈ രാവ്. ഫീഹാ തുർഫഉ അഅമാലുദ് ദുനിയ വ അഅമാലുൽ ഇബാദ്, ഈ രാത്രിയിൽ അടിമകളുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ്. ദുനിയാവിൽ വെച്ചുകൊണ്ട് അടിമകൾ ചെയ്ത സകലമാന അമലുകളും അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തപ്പെടുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, വലില്ലാഹി ഫിഹാ ഉതഖാഉ മിനന്നാർ, ഈ ബറാഅത്തിന്റെ രാവിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും. ബിഅദദി ശഅരി ഗനമി കൽബ്, കൽബ് ഗോത്രത്തിലെ ആട്ടിൻപറ്റങ്ങളുടെ ശരീരത്തിലുള്ള രോമത്തിന്റെ എണ്ണത്തെക്കാൾ അല്ലാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ് എന്ന് പറഞ്ഞു കൊടുത്ത് അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ഫഹൽ അൻതി അദിൻതി ലിയൽ ലൈല, ആയിഷ, ഇന്നത്തെ രാത്രി നീ എനിക്കൊന്ന് സമ്മതം തരുമോ? ആയിഷ ബീവിന്റെ കൂടെ നിൽക്കേണ്ടുന്ന രാത്രിയാണ്. ആ രാത്രിയിൽ ഹബീബായ തങ്ങൾ ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിക്കുകയാണ്. സമ്മതം ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഫസല്ലാ, നിസ്കരിക്കാൻ വേണ്ടി നിന്നു. സമ്മതം ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, സുമ്മ സജദാ, അല്ലാഹുവിന്റെ ഹബീബ് സുജൂദ് ചെയ്തു. ഇലാ ശത്രിൽ ലൈൽ, രാത്രിയുടെ പകുതി വരെയും ഒരു റക്അത്തിൽ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യുകയാണ്. പിന്നീട് ഉയരുന്നു, രണ്ടാമത് വീണ്ടും സുജൂദ് ചെയ്യുന്നു. ആ രാത്രി മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ അങ്ങ് കിടന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ കരുതിപ്പോയി മുത്തുനബി തങ്ങളെങ്ങാനും വഫാത്തായി പോയോ, അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടന്ന് വഫാത്തായോ എന്ന് ഞാൻ കരുതി. ഞാൻ മെല്ലെ കാലുകൊണ്ടൊന്ന് ടച്ച് ചെയ്തു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് മെല്ലെ ഒന്ന് ഇളകി. അപ്പോൾ എനിക്ക് മനസ്സിലായി വഫാത്തായിട്ടില്ല. ആ സുജൂദിൽ മുത്തുനബി തങ്ങൾ ഒരു ദിക്ർ ചൊല്ലി. ആ ദിക്ർ ചൊല്ലിയത് ആയിഷ ബീവി കേൾക്കുകയും ശേഷം നബി തങ്ങളോട് ചോദിച്ചു, എന്താണ് നബിയെ ആ ദിക്ർ? സാധാരണ സുജൂദിൽ ചൊല്ലുന്ന ദിക്റല്ലല്ലോ, മറ്റൊരു ദിക്റാണല്ലോ കേട്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ ആ ദിക്ർ നീ പഠിക്കണം, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണമെന്ന് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ദിക്ർ? അഊദു ബിഅഫ്വിക മിൻ ഇഖാബിക വഅഊദു ബിറിളാക മിൻ സുഖ്തിക വഅഊദു ബിക മിൻ